നമസ്കാരം. വയനാടിനു വേണ്ടി ജീവനക്കാരുടെ സഹായം ചോദിച്ച മുഖ്യമന്ത്രിയോട് ജീവനക്കാരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അറിയിക്കുകയാണ് സംഘടനാ നേതാക്കൾ ചെയ്തത്. ക്ഷാമബത്ത, സറണ്ടർ, ഫെസ്റ്റിവൽ അലവൻസ് എന്നിവയിൽ നിന്നും ജീവനക്കാരുടെ സമ്മതപ്രകാരം നിശ്ചിത തുക സമാഹരിക്കുന്നതായിരിക്കും ഉചിതമെന്ന അഭിപ്രായമായിരുന്നു ജീവനക്കാർക്കുണ്ടായിരുന്നത്. യാതൊരു കാരണവശാലും നിർബന്ധമായി ശമ്പളം പിടിക്കാൻ പറ്റില്ല എന്ന നിലപാടിലായിരുന്നു ഭൂരിഭാഗം ജീവനക്കാരും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരും 5 ദിവസത്തെ ശമ്പളം സാലറി ചലഞ്ചായി നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതും പിരിക്കുക സമ്മതപത്രം നൽകുന്നവരിൽ നിന്നും മാത്രമായിരിക്കും. പ്രളയകാലത്തെ നിർബന്ധിത പിരിവ് അത്രമേൽ വിവാദമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. കോടതി ഇടപെടലും ഒക്കെ ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് സാലറി ചാലഞ്ചിലെ സർക്കാർ ഈ കരുതൽ എടുത്തിരിക്കുന്നത്. പ്രളയാശ്വാസത്തിന്റെ പേരിലുള്ള നിർബന്ധിത പണപ്പിരിവ് കൊള്ളയാണെന്ന് ഹൈക്കോടതിയുടെ 2018 ഉത്തരവും ഏറെ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 1 മാസത്തെ ശമ്പളം നിർബന്ധമായും നൽകണമെന്നാവശ്യപ്പെട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയത്. ഇതാണ് അന്ന് സത്യത്തിൽ കോടതി ചോദ്യം ചെയ്തത്. നിർബന്ധിതമായ ഈ പിരിവ് കൊള്ളയാണെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. സർക്കാർ ജീവനക്കാർ സഹകരിക്കണമെന്നും 1 മാസത്തെ ശമ്പളം താല്പര്യമുള്ളവർക്ക് നൽകാമെന്നുമാണ് മുഖ്യമന്ത്രി പോലും അന്ന് പറഞ്ഞിരുന്നത്. സർക്കാരിന്റെ നിലപാട് ഇതായിരിക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർബന്ധിത പണപ്പിരിവ് നടത്തുന്നത് ശരിയല്ലെന്നും വിശദീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് 2024 സർക്കാർ സമ്മതപത്രം വാങ്ങുന്നത്. സാലറി ചലഞ്ച് സർക്കാരിന്റെ നിർബന്ധമല്ലെന്നും ജീവകാരുണ്യവും മനുഷ്യത്വവും സ്മരിക്കുന്ന നല്ല മനസ്സാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്നും മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിർബന്ധിത പിരിച്ചെടുക്കൽ പാടില്ലെന്ന് സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടതിനാലാണ് ഇത്തരമൊരു പ്രസ്താവന തന്നെ മുഖ്യമന്ത്രി നടത്തിയത്. എന്നാൽ എല്ലാ ജീവനക്കാരും ശമ്പളം നൽകുമെന്ന് തന്നെയാണ് സൂചന. ഇത്ര വലിയൊരു ദുരന്തത്തിൽ ആർക്കും കണ്ണടച്ചു നിൽക്കാൻ കഴിയില്ല. സർക്കാരിന്റെ അഭ്യർത്ഥന സർവീസ് സംഘടനകൾ പൊതുവെ സ്വീകരിച്ചുവെന്നും സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്കൂൾ കോളേജുകളിലും ജോലി ചെയ്യുന്നവരും ഇതിൽ പങ്കാളികളാവുമെന്നും മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. 5 ദിവസത്തെ ശമ്പളം ഒറ്റത്തവണയായി അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് നൽകാം. തവണകളായി അടുത്ത മാസം 1 ദിവസത്തെയും തുടർന്നുള്ള 2 മാസങ്ങളിൽ 2 ദിവസത്തെ വീതം ശമ്പളവും നൽകാം. സ്ഥാപന മേധാവികൾക്കാണ് സമ്മതപത്രം നൽകേണ്ടത്. സ്പാർക്ക് മുഖേന തുടർ നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്യും. 5 ദിവസത്തിൽ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നൽകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ സംഘടനാ നേതാക്കൾ കൂടുതൽ ദിവസത്തെ ശമ്പളം നൽകാനുമുള്ള സാധ്യതകളുണ്ട്. ജീവനക്കാരുടെ 5 ദിവസത്തെ ശമ്പളം പിടിച്ചാൽ 565 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുക. 10 ദിവസത്തെ ശമ്പളമാണ് പിടിക്കുന്നതെങ്കിൽ 1130 കോടിയും ദുരിതാശ്വാസ നിധിയിലെത്തും. പകുതി ശമ്പളം നൽകുകയാണ് 1695 കോടിയായി തുക ഉയരുകയും ചെയ്യും. ഇതുവരെ സർക്കാർ വയനാടിന് നൽകിയത് 10 കോടി രൂപയാണ്. 1 മാസം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും എയ്ഡഡ് ജീവനക്കാർക്കും ശമ്പളം കൊടുക്കാൻ വേണ്ടത് 3400 കോടിയാണ്. PSC അംഗങ്ങൾ തുടങ്ങി 900 രാഷ്ട്രീയ നിയമനങ്ങളുടെ ശമ്പളവും ഈ 3400 കോടിയിൽ പെടും. വയനാടിന് വേണ്ടി എത്ര കോടി വരുമെന്ന പ്രാഥമിക കണക്കുകൾ പോലും മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നതാണ് അവസ്ഥ. അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതികളും സംശയങ്ങളും ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് 4 അംഗ ഉദ്യോഗസ്ഥ സംഘത്തെ സർക്കാർ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ധനവകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ IAS ആണ് ഈ സൂപ്പർവൈസിംഗ് ഓഫീസറായിട്ട് ഉള്ളത്. അദ്ദേഹത്തിന്റെ കീഴിൽ സെൽ ഇൻചാർജ് ആയിട്ട് ജോയിന്റ് സെക്രട്ടറി OB സുരേഷ് കുമാർ, നോഡൽ ഓഫീസറായി KS അനിൽ രാജ്, അസിസ്റ്റന്റ് നോഡൽ ഓഫീസറായി T ബൈജു എന്നിവർ ഉൾപ്പെടുന്നതാണ് ഈ ഉദ്യോഗസ്ഥ സംഘം. നന്ദി.